ഇന്നത്തേത് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ്. ഈ ഒരു കോംബോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളിയായിട്ടുള്ള തൊട്ട് പുരട്ടിയും കിടിലം മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ തൊട്ടുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പച്ചരി ഒരു 2-2.5 മണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അങ്ങനെ ഇതാ വീണ്ടും ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ പച്ചരിയില്ല ദോശക്ക് എടുക്കുന്നത്, അത് തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പം ഇതിലേക്കൊരു 1/4 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതിലാണോ അരി എടുക്കുന്നത് ആ ഒരു കപ്പളവ് തന്നെ ബാക്കി എല്ലാതും നോക്കിയിട്ട് എടുക്കാൻ നോക്കണേ. ഇനിയിപ്പം നമുക്കിതാ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നല്ലപോലെ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2-3 ഇല കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഞാനൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പിന്നെ മുളകിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. കാരണം കുറച്ച് ചെറിയൊരു സ്പൈസി ഒക്കെ ആയിട്ടുള്ളൊരു വേർഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടിയിട്ട് അതിനനുസരിച്ച് കുറക്കാം. പിന്നെ ഏകദേശം ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. എല്ലാം കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അരക്കരുത്. നമ്മൾ പൾസ് മോഡിൽ ഇട്ടിട്ട് 2-3 തവണയായിട്ട് ക്രഷ് ചെയ്ത് മാത്രം എടുക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മുളകും ഇതൊക്കെ ഒന്ന് ചെറിയൊരു തരിതരിപ്പോട് കൂടി കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും കുറച്ചുകൂടി മിക്സിയുടെ ജാറിൽ കലക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു മാവ് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്, ഓവർ തിക്കായി പോവരുത്. പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടുപുരട്ടിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ലൂസ് തന്നെ വേണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഇരുമ്പിൻ്റെ കാസ്റ്റ് അയൺ ചീനച്ചട്ടിയൊക്കെ ഇല്ലേ, ഇതിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയിലും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വലുപ്പത്തിനനുസരിച്ചുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളയപ്പൊക്കെ ചുറ്റിച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് പതുക്കെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ചൊന്ന് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലപോലെ കുക്കായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് സൈഡൊക്കെ ഓട്ടോമാറ്റിക് വിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് മൊരിച്ച് നല്ല ചുട്ടെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. ഓട്ടോമാറ്റിക് ഇതിങ്ങനെ ഇളകി വരും കേട്ടോ, അങ്ങനെ ഒട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ മൊത്തത്തിൽ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ തൊട്ടുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടി. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 3 ചെറിയ പച്ചമുളകും, ഒരു കുഞ്ഞു പീസളവിൽ ഇഞ്ചിയും, ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, നല്ലൊരു മണം വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം വലുപ്പമുള്ള സവാള നേരിയതായിട്ട് സ്ലൈസ് ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റോസ്റ്റിന് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു രീതിയിൽ വാടി അങ്ങ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ടൈം എടുത്തിട്ട് പൊടികൾ നന്നായിട്ട് മൂത്ത് വരും. ചെറിയ രീതിയിൽ കളർ മാറി നല്ലൊരു മണമൊക്കെ വരുന്നവർ തന്നെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണേ, എങ്കിലേ നമ്മുടെ മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ ധൃതിയിൽ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടുന്നവരെ, നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അടച്ച് വെച്ച് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ ഒരു സമയത്ത് അടിയിൽ ചെറുതായിട്ട് പിടുത്തം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണം കേട്ടോ തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ ഗ്രേവി ടൈപ്പ് അങ്ങനെയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ കണ്ടില്ല നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ലാസ്റ്റിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 3 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായത്. അത് നേരെ ഹാഫായിട്ട് 6 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം മൊത്തത്തിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ നിങ്ങൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സെർവ് ചെയ്ത് കഴിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണെ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോംബോ എന്തായാലും മസ്റ്റ് ട്രൈ എന്ന് പറയില്ല, അതുപോലെ ഒരു ഐറ്റം തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല സിമ്പിളല്ല, ഒരുപാട് മെനക്കെടൊന്നും ഇല്ല രാവിലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തൊട്ടുവരട്ടി എന്ന് പറയുന്നത് നമുക്ക് കറികളില്ലാതെയും കഴിക്കാം. പക്ഷേ ഇതുപോലൊരു കോംബോ ആയിട്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്